കവലയിൽ വെച്ചതാ ഈ ചെറുക്കനെ തല്ലി ചതച്ചു. എന്താ കാര്യമെന്ന് ചോദിക്കാൻ വന്നപ്പോ എന്റെ മെക്കിട്ട് കയറാൻ വരിക. കുഴിമന്തി കൗൺസിലർന്ന് വിളിച്ച് ഈ ബാബു സാറെ നാണം കയർത്തി സാറ്. ഒത്തുതീർപ്പാക്കാൻ വന്നപ്പോ ഇവരുടെ ഹുങ്ക് കൂടി സഹിക്കണമെന്നായി. ജയിലിൽ പോയാലേ ഇവരൊക്കെ പഠിക്കൂ. അതെ, അത് ആദ്യം ചെയ്യണം സാർ. ഇതാണോ നിങ്ങളുടെ വീട്ടിൽ മാത്രം എപ്പോഴും ഒരു പ്രശ്നം? എന്തിനാ നിങ്ങൾ ഈ ചെറുക്കനെ തല്ലിയത്? എടുത്ത് വേണ്ട, വെറുതെ അത് ചെന്ന് തലയിടണ്ട. ഇങ്ങനെ മര്യാദക്ക് ചോദിച്ചിട്ടൊന്നും കാര്യമില്ല സാറേ. രണ്ടെണ്ണം പൊട്ടിക്കാ വേണ്ടത്. പോലീസ് എങ്ങനെ ചോദിക്കണമെന്ന് നിങ്ങൾ പഠിപ്പിക്കണ്ട. അതല്ല സാറേ, സാറിത് കണ്ട സാറേ, നോക്കിയേ. ഹരീഷ് എവിടെ? ഹരീഷിനെ ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പൊ നടന്നൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. അഖിലേട്ടൻ വീട്ടിലേക്ക് വന്നിരുന്നു. ഹരീഷും ബ്രദേഴ്സൊക്കെ കൂടി ചേട്ടനെ തല്ലീന്ന് പറഞ്ഞു കേട്ടു. ഹരീഷിനെതിരെ പോലീസിൽ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും ചേട്ടനും കൂടി ഇപ്പൊ പോയി. ഞാൻ ഫോൺ എടുത്ത് വിളിച്ച് കിട്ടിയൂല. അതുകൊണ്ട് ഓടി വന്നതാ. ഹരീഷ് എന്തിനാ അഖിലേട്ടൻ അടിച്ചേ? അത് നിന്റെ ചേട്ടന്റെ കയ്യിലിരിപ്പുണ്ടാ പെങ്ങളെ. എന്നുവെച്ചാ ഹരീഷ് ചേട്ടന്റെ ഏട്ടത്തിയ നിന്റെ ചേട്ടൻ അകലും കൂട്ടുകാരോട് ചേർന്ന് പബ്ലിക്കായിട്ട് അപമാനിച്ച്. എടാ, അപമാനിച്ചൊന്ന് പറഞ്ഞാ പോരാ, അമ്മ അത് ഡയലോഗാ പറഞ്ഞത്. ഒരു വണ്ടി പഞ്ചറൊട്ടിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴി ഞാൻ എല്ലാം കണ്ടതാ. പിന്നെ പറഞ്ഞ വാക്കിന് അടിയൊന്നും കൊടുത്തു വിട്ടാ പോരാ. അവരഞ്ച് ആണുങ്ങളുടെ കൂടെയാണ് ഏട്ടത്തി കഴിയണെന്ന് പറഞ്ഞ ഹരീഷ് ഏട്ടൻ സഹിക്കൂ? അമ്മാതിരി വൃത്തിയിടല്ലേ? ശരിക്കും പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടത് സുധീഷ് ഏട്ടന്റെ വൈഫാണ്. എങ്കിൽ പെങ്ങളുടെ ആങ്ങളെ ഇപ്പൊ അഴിക്കുള്ളിലായന. ഈ വൃത്തികെട്ടവനെ കൊണ്ട് തോറ്റു. എന്തിനാ ഇപ്പൊ അവൻ ഇങ്ങോട്ട് തിരിച്ചു പോന്നേന്നാ? എവിടെയെങ്കിലും പോയി തൊലഞ്ഞാ മതിയായിരുന്നു. ശരി ബ്രോ, ഞാൻ പോട്ടെ. അല്ല, എങ്ങോട്ടാ ഇപ്പം? എനിക്ക് ഹരീഷിനൊന്ന് കാണണം. ഞങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല സാറേ. അടിച്ചു എന്നുള്ളത് ശരിയാ, അതിന് കാരണമുണ്ട്. അതുപോലെയാണ് എന്റെ ഭാര്യ ഇവൻ നടു റോഡിൽ വെച്ച് അപമാനിച്ചത്. സാറേ, അങ്ങനെയൊന്നും അല്ല സാറേ. ഈ നിൽക്കുന്നവനില്ലേ, ഈ വീട്ടിലെ മെക്കാനിക്ക്, എന്റെ മോളെ പിന്നാലെ നടന്ന് സൗര്യം കെടുത്തുന്ന ഇവനാ സാറേ. സൗര്യം കെടുത്തേ ഞാനാ? എന്തിനാ അങ്ങനെ ചെയ്തേന്ന് എന്റെ മകൻ ഒന്ന് ചോദിച്ചു. അതിനാ ഇവരെല്ലാം കൂടി എന്റെ മോനെ തല്ലി തമ്പോറാക്കിയത്. എടാ, ആ സ്ത്രീ പച്ചക്കള്ളാ പറയുന്നേ. നമുക്ക് നോക്കാം. ഇപ്പച്ചും തലയിടാൻ വരട്ടെ, അവരൊക്കെ അവിടെ ഉണ്ടല്ലോ. സാറ് പറയണം സാറേ, ഇങ്ങനൊരു വൃത്തിയായിട്ടവൻ എന്റെ മകളെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുമ്പോ കൂടെപ്പുറപ്പായ ഇവന് ദേഷ്യമല്ലേ സാർ? ആ ദേഷ്യം തന്നെയാണ് എന്റെ മക്കൾക്ക് വന്നത്. നിങ്ങളുടെ മകന്റെ വായ് നാക്കിന്റെ ദോഷമാ. നിർത്തടാ. ഇവനുണ്ടായിരുന്നോ പ്രകാസുരൻ? സാറേ, ഈ നിൽക്കുന്ന ആളില്ലേ, ഇവൻ എന്റെ അമ്മയുടെ വയറ്റിൽ നിർഭാഗ്യം കൊണ്ട് ജനിച്ചു പോയ എന്റെ അനിയനാ. അതിന് താൻ എന്റെ ചേട്ടനാണെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയിടുന്നത്? ഇറങ്ങി പോയിക്കൂടെ? ഒരു അന്യായം നടക്കുമ്പോ ഏത് നാട്ടിലൊക്കെ എവിടെ വരാടാ? സാർ ആദ്യമായിട്ടല്ലോ ഈ കുടുംബത്തിന്റെ കേസ് അറ്റൻഡ് ചെയ്യുന്നേ. ഇതാണ് സാറേ ഇവരുടെ സ്ഥിരം പരിപാടി. നിൽക്കുന്നില്ലേ രണ്ടാമത്തവൻ, അവന് മിണ്ടിയാൽ കൈനീട്ടി അടിച്ച സംസാരം തുടങ്ങാൻ സാധിക്കൂ. ഈ കുടുംബത്തെ കൊണ്ട് ഇവിടെ എല്ലാവരും പൊറുതുപിടിപ്പിക്കുക സാറേ. എല്ലാത്തിനെ പിടിച്ച് ഉള്ളി തള്ളിയാലേ നാട്ടുകാർക്ക് സമാധാനം കിട്ടും. മാറി സാർ ഈ നാട്ടിൽ ആരോട് വേണമെങ്കിലും ചോദിച്ചോ, ഇവരെ പറ്റിയുള്ള അഭിപ്രായം അപ്പ അറിയാം. ഇവളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത്? മോളെ നീ അകത്ത് കയറിയിരിക്കുക.
എന്തിനാ വെറുതെ ഇതിന്റെ ഇടയിലേക്ക്? ഞാനായിട്ട് തുടങ്ങി വെച്ചല്ലേ, ഞാൻ സംസാരിച്ചോളാം. സർ, ഞാൻ നിധി, സുധീഷിന്റെ ഭാര്യ. അറിയാം. ഈ പ്രശ്നമെല്ലാം തുടങ്ങി വെച്ചത് ഇവനാ സർ. നടു റോഡിൽ വെച്ച് ഇയാളും ഇയാളുടെ കൂട്ടുകാരും ചേർന്ന് എന്നോട് വളരെ മോശമായിട്ട് പെരുമാറി. ഒരുപാട് ചീത്ത വാക്കുകളും പറഞ്ഞു. മുൻപ് പലതവണ ഇയാൾ എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇവരുടെ മകള് ഞങ്ങളുടെ അനിയൻ ഹരീഷുമായിട്ട് ഇഷ്ടത്തിലാണല്ലോ എന്നോർത്ത് വഴക്കുണ്ടാക്കണ്ടെന്ന് കരുതി മിണ്ടാതിരുന്നു. പക്ഷെ ഇത്തവണ അത് സഹിക്കാൻ പറ്റുന്നതിലും കൂടുതലായി. എന്റെ വീട്ടിലെ ഭർത്താവും സഹോദരന്മാരും അച്ഛനും ഉണ്ട്. അവരെല്ലാവരും എന്നെയും ചേർത്ത് വൃത്തികേട് പറഞ്ഞപ്പോ എനിക്ക് സഹിച്ചില്ല. ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു. അവർക്ക് ദേഷ്യം വന്നു. അവര് പോയി ചോദിച്ചു, വഴക്കായി. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ പറ്റി മോശം പറഞ്ഞ ആണുങ്ങൾക്ക് ദേഷ്യം വരില്ലേ സർ? ഉറപ്പായും വരും. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? നിങ്ങൾ എന്തിനാ പോലീസിനെ വിളിച്ചിങ്ങോട്ട് വന്നേ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? വീട്ടിൽ പോടി. കുട്ടിയാരാ? ഞാൻ ഇവരുടെ മകളാണ് സർ, നീതു. അഖിലെന്റെ ചേട്ടനാ. സർ, എന്റെ അച്ഛനും അമ്മയും ചേട്ടനും പറയുന്ന പോലെ ഹരീഷും ഹരീഷിന്റെ ഫാമിലിയും അത്ര കുഴപ്പക്കാരൊന്നും അല്ല. അവരാരുമായിട്ട് അങ്ങോട്ട് ചെന്ന് വഴക്കുണ്ടാക്കിയിട്ടുമില്ല. എന്റെ ചേട്ടനെല്ലാം തുടങ്ങി വെച്ചത്. എടോ ബഗാസുര, കേട്ടില്ലേ? കുട്ടിയെ ഈ നിൽക്കുന്ന ഹരീഷ് പിന്നാലെ ശല്യപ്പെടുത്തിയത് എന്തിനാണെന്ന് ചോദിച്ചതിനാണ് കുട്ടിയുടെ ചേട്ടനെ ഇവർ തല്ലിച്ചതച്ചതെന്നാണ് അമ്മയുടെ പരാതി. ഇതൊക്കെ പച്ച കള്ളാണ് സർ. ഒന്നാമത് എന്നെ ആരും ശല്യപ്പെടുത്തിയിട്ടില്ല. ഹരീഷ് അല്ല, ഞാനാ ഹരീഷിന്റെ പിന്നാലെ നടന്നത്. എനിക്ക് ഹരീഷിന് അത്രയ്ക്ക് ഇഷ്ടമാണ് സർ. അത് ഇവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇവരുണ്ടാക്കിയ കള്ളമാണിത്. ഹരീഷ് ആയാലും അവന്റെ വീട്ടുകാരായാലും എല്ലാവരും നല്ലവർ തന്നെയാ. അയ്യോടി, നിന്നെ പേടിപ്പിച്ചവരെ കയ്യിലെടുത്തോ? ദേ സാറേ, ഈ കുട്ടി പറയുന്നൊന്നും മുഖവിലേക്ക് എടുക്കണ്ട. ഇവിടെ പേടിച്ചിട്ട് പറയുന്നതായിരിക്കും. ഇവന്മാരുടെ സ്വഭാവം എനിക്ക് അറിഞ്ഞൂടെ? സർ, ഈ നാട്ടില് ഈ വീട്ടിലെ ആളുകളെ പറ്റി അപവാദം പറഞ്ഞു നടക്കുന്ന രണ്ടുപേരേ ഉള്ളൂ. അതതാ ഇവർ രണ്ടുപേരുവാ. അതിന് ഇവർക്ക് ഇവരുടേതായ കാരണങ്ങൾ ഉണ്ടാവും. ഇവര് പറയുന്ന പോലെ അത്ര മോശം ആളുകളാണ് ഇവരെങ്കില് വേറെ ഏതെങ്കിലും പരാതി സാറിന് ഇവരെ കുറിച്ച് കിട്ടണ്ടേ? അതിതുവരെ കിട്ടിയിട്ടില്ലല്ലോ. സാറേ, അന്നത്തെ കാര്യം സാറിനറിയാലോ. ലൈസൻസ് അവിടെ ഏൽപ്പിച്ച് പോവാൻ പറഞ്ഞപ്പോ ഒരക്ഷരം പോലും മിണ്ടാതെ അനുസരിച്ചവനല്ലേ ഞാൻ. അതിനുശേഷം പണിക്ക് പോലും പോകാൻ പറ്റിട്ടില്ല സാറേ. ആദ്യം ഈ കാര്യം നടക്കട്ടെ, അതിനിടയിൽ പിന്നീട് നോക്കല്ലേ. സാറില്ല. ഇങ്ങനെ പറയാൻ എന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല സർ. എന്നെ ഭീഷണിപ്പെടുത്തിയത് എന്റെ അമ്മയും അച്ഛനും ചേട്ടനും കൂടിയാ. ഇങ്ങനെ പറയാൻ എന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല സർ. എന്നെ ഭീഷണിപ്പെടുത്തിയത് എന്റെ അമ്മയും അച്ഛനും ചേട്ടനും കൂടിയാ. എനിക്ക് ഹരീഷിന് ഇഷ്ടമായതുകൊണ്ട് ആ ദേഷ്യം തീർക്കാൻ നിധി ചേച്ചി അപമാനിക്കാൻ നോക്കിയത് എന്റെ ചേട്ടനാ. അത്ര വൃത്തികെട്ട ഭാഷയിൽ ഒരു പെൺകുട്ടിയോട് സംസാരിച്ച അടിക്കല്ലാണ്ട് പിന്നെ എന്താ ചെയ്യാ? സാർ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടതേ എന്റെ ചേട്ടൻ അഖിലിനെയാ.
ഗംഗേട്ടാ സുനന്ദയും ഭർത്താവും വീട്ടിലെത്തിയെന്ന് തോന്നുന്നു. ഏതാ നീ വേഗം ചെല്ല്, അവരിങ്ങോട്ട് വരാതിരിക്കണ്ട. എങ്ങനെയും പറഞ്ഞ് കുറച്ച് ദിവസം ഇവരകത്ത് എടുത്ത് നോക്കിയേട്ടാ. അതൊക്കെ നടന്നോളും, നീ ചെല്ല്. നീ ആർക്ക് വേണ്ടി സംസാരിക്കുന്നറിയോ? അശ്വിൻ വന്നില്ലേ? ഓവ് എന്നെ ഇവിടെ ആക്കിയിട്ട് ജംഗ്ഷൻ വരെ പോയി വരാന്ന് പറഞ്ഞു പോയി. ആ ഒരു കാഴ്ച കാണാൻ പോയതാ. കണ്ടു തരും മുമ്പ് നിന്റെ കോള് വന്നു. എന്ത് കാഴ്ച? നിന്റെ സുഭാഷ് ഏട്ടനെ അനിയന്മാരെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച. അമ്മ എന്തായി പറയുന്നേ? നാട്ടില് ഗുണ്ടാവിളയാട്ടം നടത്തിയാ പിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യില്ലേ? ആ സുഭാഷ് ഒരു പാവമാണെന്നാ ഞാൻ കരുതിയെ. പക്ഷെ ഇത്തവണ അനിയന്മാരുടെ കൂടെ കൂടി അവന് റോഡിലിറങ്ങി തല്ലാൻ തുടങ്ങി. റോഡിലിറങ്ങി തല്ലേ? ആ അവനെ പോലെ അല്ലല്ലോ അവൻ അനിയന്മാര്. രണ്ടാമത്തെ ഒരുത്തൻ ഒരു പെണ്ണിനെ വളച്ചുകൊണ്ട് വന്നപ്പോ മൂന്നാമത്തവൻ ഒരു പെണ്ണിനെ വളച്ച് വശത്താക്കാൻ നോക്കി. ചോദ്യം ചെയ്തെന്ന അവളുടെ ചേട്ടനെ ഇവന്മാര് 4 പേരും കൂടെ റോഡിലിട്ട് തല്ലി. അവന്റെ തന്നേ തള്ളേ വെറുതെ ഇരിക്കോ? പോലീസിനെ കൂടി വന്നിട്ടുണ്ട്. അയ്യോ, നമ്മുടെ ഓട്ടോക്കാരൻ ചന്ദ്രനില്ലേ, അവന്റെ മോളാ. നീതുവോ? ആ പേരൊന്നും എനിക്കറിയില്ല. പക്ഷെ പോലീസിന്റെ വരവ് കണ്ടിട്ട് അവരെ ഇന്ന് അകത്താക്കും, ഉറപ്പാ. നീതുവിന് പക്ഷെ ഹരീഷിന് ഇഷ്ടായിരുന്നല്ലോ. എന്തിഷ്ടം? അവൻ ചാക്കിട്ട് പിടിച്ച ഇഷ്ടമല്ലേ? അമ്മ പറയും പോലൊന്നുമല്ല കാര്യങ്ങള്. ഞാനിപ്പോ വരാം. എടി എടി നീ എങ്ങോട്ടാ? എടി നിക്കാൻ. നീതുവിന്റെ കാര്യം എനിക്കറിയാം. ഹരീഷ് ആ കാര്യത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സുഭാഷ് ചേട്ടൻ അനിയന്മാരും കൂടി അവളുടെ ചേട്ടനെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം കാണും. ഞാനിപ്പോ വരാം. എടി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുത്. നീ കല്യാണം കഴിഞ്ഞ പെണ്ണാ. ആ വീട്ടിൽ പോയി നിന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നത് നിന്റെ ഭർത്താവ് കാണണ്ട. അശ്വിൻ കണ്ട ഒരു പ്രശ്നവുമില്ല. കാര്യങ്ങളെല്ലാം അശ്വിൻ അറിയാം. എന്ത് കാര്യങ്ങള്? അറിയേണ്ട കാര്യങ്ങളെല്ലാം. എടി മൂദേവി, അവിടെ നിക്കടി. ഈശ്വര, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവള് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. മനുഷ്യൻ നാണം കെടുത്തും. ഈശ്വര, എടി എടി നിക്കാൻ. സാറേ, ഇവരെന്റെ കുഞ്ഞിനെ എന്തൊക്കെയോ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ ഇവളിങ്ങനെ പറയില്ല. തല്ല് കെട്ടിയത് എന്റെ മകനല്ലേ. ഞങ്ങൾ എന്തിനു നുണ പറയണം? അഖിലേ, എന്തുണ്ടായെന്ന് നീ വാ തുറന്നൊന്ന് പറ. സാറേ, ഇവര് പറയുന്ന പോലെയൊന്നുമല്ല. ഇവളുടെ പിന്നാലെ കടന്ന് ഇവ ശല്യം ചെയ്തപ്പോ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എല്ലാരും കൂടെ വളഞ്ഞിട്ട് തല്ലിയപ്പോ അത് കേസാവുന്നു കണ്ടപ്പോ ഇവരെല്ലാരും കൂടെ ഒരു കഥയുണ്ടാക്കി പറയുക. എന്നെ ആരും ഒന്നും പറഞ്ഞ് പേടിപ്പിച്ചിട്ടില്ല. ഹരീഷോട് മിണ്ടരുത്, ഹരീഷിനെ കാണരുതെന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കുന്നത് തല്ലുന്നതൊക്കെ അമ്മ ഇവനും കൂടെയാ സാറേ. സാറേ, ഇതെന്തോ കൈവിഷം കൊടുത്തിട്ടുള്ള ഏർപ്പാടാ. സാറിന്റെ കൂടെ വാ. ഈ കുടുംബത്തെ പറ്റി നാട്ടുകാർ എന്താ പറയുന്നതെന്ന് ഞാൻ കേൾപ്പിച്ചുതരാം സാറേ. എടാ, അതിപ്പോ പറയിപ്പിക്കാനാണെങ്കിലേ ആളുകളെ സംഘടിപ്പിക്കാൻ എനിക്കും അറിയാം. നിന്റെ കുടുംബത്തെ കുറിച്ചും ആളുകൾ മോശം പറയുന്നത് ഞാൻ കാണിച്ചു തരാം. സുനന്ദേ, നിക്കടി അവിടെ. സുനന്ദേ, നിന്നോട് പറഞ്ഞ് നിക്കാൻ. എടി എടി ഞാൻ പറയുന്നത് കേക്ക്. നിക്കടി. എടി ഗംഗാധര മാമന് നാണമില്ലേ? സുഭാഷ് ചേട്ടനെ കുടുംബത്തെ നാണം കെടുത്തിയും ദ്രോഹിച്ചതും പോരെ? എടി സുനന്ദേ, അമ്മ മിണ്ടരുത്. ഒരു രാത്രി ഇവിടെ വന്ന അമ്മ അച്ഛൻ ഇവിടെ കാല് പിടിച്ച് കരഞ്ഞത് ഓർമ്മയുണ്ടോ? അത് ഞാനായിട്ട് ഈ നാട്ടുകാരോട് പറയണോ? പറ പറ പറ. സാറേ, നീതു എന്റെ ജൂനിയറായിട്ട് കോളേജിൽ പഠിച്ചതാ. ഇവൾക്ക് പണ്ടേ ഹരീഷിന് ഇഷ്ടാ. അതെനിക്കും അറിയാം. എന്റെ ചെറിയമ്മാവന് കുടുംബാ സാറേ ഇത്. കുട്ടിക്കാലം മുതലേ എനിക്ക് നല്ല ബന്ധമുള്ള വീടായത്. സാറേ, ഇവരെ പറ്റി നാട്ടിലാകെ മോശം പറഞ്ഞു നടക്കുന്നത് എന്റെ അമ്മയും
ദേ ഈ മൂത്ത അമ്മാവനും കൂടിയാ. സാറേ, ഇവരെ പറ്റി നാട്ടിലാകെ മോശം പറഞ്ഞു നടക്കുന്നത് എന്റെ അമ്മയും ദേ ഈ മൂത്ത അമ്മാവനും കൂടിയാ. ഇവരിവിടുന്ന് ഓടിച്ചിട്ട് ഈ വീടും പറവും സ്വന്താക്കണം. അതാണ് അമ്മയുടെ അമ്മാവന്റെ ആഗ്രഹം. അതിനായി കോടതി കേസ് കൊടുത്തിരിക്കുക ഇവര്. സുഭാഷേട്ടൻ അനിയന്മാരും അങ്ങോട്ട് ചെന്ന് ആരോടും പ്രശ്നം ഉണ്ടാക്കാൻ പോവാറില്ല. അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടാവും. സുനന്ദ പറഞ്ഞതാ ശരി സർ. ഇവിടെ ഒരു പെണ്ണ് വാഴില്ലെന്ന് പറഞ്ഞു വരുത്തി സുഭാഷേട്ടന് വന്നിരുന്ന എല്ലാ കല്യാണ ആലോചനയും മുടക്കിയിരുന്നത് ഇവരാ. ഇവര് പറഞ്ഞു വരുത്തിയത് വിശ്വസിച്ചിട്ടാ നീതുവിന്റെ അച്ഛനും അമ്മയും ഹരീഷുമായിട്ടുള്ള ബന്ധത്തെ എതിർക്കുന്നത്. ഞാനിവിടെ വിവാഹം കഴിഞ്ഞ് വന്നിട്ട് മാസങ്ങളായി. എനിക്ക് ഈ വീട്ടിൽ ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല. ഒരു പെൺകുട്ടിയോട് എങ്ങനെ പെരുമാറണം നന്നായിട്ട് അറിയാവുന്നവരാ ഇവിടുത്തെ അച്ഛനും മക്കളും. എവിടെന്നോ വന്ന നീ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കണോ? ഞാൻ എവിടെ നിന്നോ വന്ന ആളല്ല. തക്കലയിലെ ബിസിനസ്സുകാരനായ രാജീവ് ശങ്കറിന്റെ മകളാ ഞാൻ. ഓ, എനിക്കിവിടെ ഇത്രയും കാലം ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നത് വാസ്തവമാണ് സർ. എന്നെ വഴി വെച്ച് മോശം വാക്കുകൾ പറഞ്ഞ് അപമാനിച്ചപ്പോ എന്റെ ഭർത്താവും ബ്രദേഴ്സും ചോദിക്കാൻ ചെന്നു. ആ സംസാരം വഴക്കിലെത്തി അടിയായി. ഇയാളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു 4-5 പേര്. 2 കൂട്ടർ അടിയായി എന്നല്ലാതെ ഇയാള് സംഘം ചേർന്ന് തല്ലൊന്നും ആയിരുന്നില്ല. ഇനി അതിന്റെ പേരിൽ കേസിന് പോയാ എന്നെ അപമാനിച്ചതിന്റെ പേരിൽ ഞാനും ഇയാൾക്കെതിരെ കേസ് കൊടുക്കും. ഇനി എന്റെ അമ്മ കൊടുത്ത പരാതിയുടെ പേര് സാർ കേസെടുത്ത ഹരീഷിനെ എനിക്ക് ഇഷ്ടമാണെന്നും ഹരീഷിന്റെ ഒപ്പേ ജീവിക്കുള്ളൂ എന്നും ഞാൻ കോടതിയിൽ പറയും. എന്താണോ നിങ്ങളുടെ വിചാരം? ഒരു കള്ളപ്പരാതി നിന്ന് പോലീസിനെ പറ്റിക്കാവുന്നു? കൗൺസിലറെ, കാര്യം അന്വേഷിച്ചിട്ട് വേണ്ടേ താൻ ഇവരുടെ കൂടെ ഇറങ്ങി തിരിക്കാൻ? നിങ്ങളുടെ മകൾ ആരെ പ്രേമിക്കണം ആരെ പ്രേമിക്കണ്ട എന്നുള്ളത് ആ കുട്ടിയുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അതിന് ആ കുട്ടി തീരുമാനം എടുത്തോളും. ഇനി ആ പേരും പറഞ്ഞ് നിങ്ങളുടെ മകൻ ഈ കുട്ടിയെ ശല്യപ്പെടുത്തിയ അറിയാലോ, കളി കാര്യാവും. നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാവും. പക്ഷെ അങ്ങനെ ഓരോരുത്തരും നിയമം കൈയെടുക്കാൻ തുടങ്ങിയാലേ ഈ നാട്ടിൽ പിന്നെ പോലീസ് വേണ്ടല്ലോ. അതുകൊണ്ട് മേലിൽ ഇമാതിരി പരിപാടിയായിട്ട് ഇറങ്ങിയ എനിക്ക് നടപടിയെടുക്കേണ്ടി വരും. കേട്ടല്ലോ? ഓ, വാടോ. അതെ, ഒരു കാര്യം, ഇതിന്റെ പേരിൽ നിങ്ങളുടെ മകൻ അവളെ തല്ലാനോ ചവിട്ടാനോ നിന്നാ അറിയാലോ, കേസ് മാറും. വാടങ്ങോട്ട് അവര് പോടാ കൂടെ കുഴിമന്തി കൗൺസിലറെ കുഴിമന്തി പോടാ. എന്തൊക്കെ ബഹളായിരുന്നു നിധി, പൊളിച്ചുട്ടോ. ബഗാസുരൻ ചേട്ടാ, പൂതന പെങ്ങളെയും കൊണ്ട് തിരിച്ചു പോവല്ലേ? ഇങ്ങോട്ട് നടക്കാൻ. സുനന്ദേച്ചി താങ്ക്സ്. നടക്കാൻ ഇങ്ങോട്ട്.
അപ്പൊ ആ കാര്യമൊക്കെ നാണം കണ്ടില്ലേ? ഒരു ടാറ്റോ എടുക്കാറില്ലേ? നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? അതെടി എനിക്ക് വട്ടാ. നിന്റെ കല്യാണം കഴിഞ്ഞാലേ ഇനി ഈ കുടുംബമായിട്ട് എന്ത് ബന്ധം നിനക്കുള്ളതാ? അതെന്റെ അമ്മാവന്റെ വീടാ. കല്യാണം കഴിഞ്ഞെന്ന് വെച്ച് ഞാൻ എന്തിനാ ബന്ധം ഉപേക്ഷിക്കണം? ഞങ്ങൾക്കില്ലാത്ത എന്ത് ബന്ധമാണ് നിനക്കുള്ളത്? അതും പോരാഞ്ഞ് പോലീസിന് മുന്നിൽ അവളുടെ ഒരു പ്രസംഗം. ഒരു കാര്യമില്ലാതെ സുഭാഷേട്ടന്റെ അനിയന്മാരെ മേൽ പഴി ചാരിയത് അത് കണ്ടിട്ട് ഞാൻ വെറുതെ ഇരിക്കണോ? അവരാരെ എന്ത് പഴി പറയാൻ നിനക്കെന്താ ചെയ്തം? വന്നു കയറിയപ്പോഴേ അങ്ങോട്ട് ഓടാനാണല്ലോ നിനക്ക് തിരക്ക്. പോലീസിനോട് നീ എന്താ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ? ആ വീട്ടിൽ ഞങ്ങൾക്ക് എല്ലാവരും ഒരു കണ്ണുണ്ടെന്നല്ലേ? സ്വന്തം വീട്ടുകാരെ ഇങ്ങനെ ഒറ്റ എന്തിനാ? ഞാൻ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ. ആ വീട് ഭാസ്കര മാമിക്കുള്ളതാണെന്നല്ലേ മുത്തശ്ശൻ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടത് കൈക്കലാക്കാൻ വേണ്ടി കേസും വഴക്കുമായി നടക്കല്ലേ നിങ്ങള്? ഇത്രയും കാലം ആ കുടിയെ കുടിച്ച് നശിപ്പിച്ചൊന്നും പോരെ, ഇനി ആ വീടും വിറ്റ് കുടിച്ച് നശിപ്പിക്കണോ? കേസും വഴക്കൊക്കെ ഞങ്ങളുടെ പ്രശ്നം, അത് ഞങ്ങൾ നോക്കിക്കോളാം. നിനക്കിപ്പോ കൊള്ളാവുന്ന ഒരു ജീവിതം കിട്ടിയല്ലോ, അത് മര്യാദക്ക് ജീവിക്കാൻ നോക്കിയാ മതി, കേട്ടല്ലോ? ഇതുപോലുള്ള ഭാരിച്ച കാര്യങ്ങളിലും ഇടപെടണ്ട. ഇനി ആ സുഭാഷിനെയും അവന്റെ കുടുംബത്തിന്റെയും കാര്യത്തിൽ ഇടപെട്ടാലുണ്ടല്ലോ. ഞാൻ കല്യാണം കഴിഞ്ഞ് മറ്റൊരാളുമായി ജീവിക്കുക എന്നുള്ള കാര്യം എന്നേക്കാൾ നന്നായി അറിയുന്നത് സുഭാഷ് ഏട്ടനാ. അതുകൊണ്ട് ആ വീട്ടിൽ ഞാൻ പോയാലോ അവിടുത്തെ കാര്യങ്ങൾ ഇടപെട്ടാലോ അമ്മ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഫോൺ ചെയ്താൽ പോലും സുഭാഷ് ഏട്ടൻ എടുക്കാറില്ല. നീ എന്തിനാണ് അവനെ ഫോൺ ചെയ്യുന്നേ? അതിലെന്താ തെറ്റ്? അവരെനിക്ക് അന്യരൊന്നുമല്ലല്ലോ. എനിക്കൊരു പ്രശ്നം വന്നപ്പോ അവള് സ്പോട്ടിൽ വന്ന് നിന്നില്ലേ? ആ നിമിഷം എന്റെ മനസ്സ് ആടിപ്പോയി സുധീഷേട്ടാ. ഇനി കുറച്ചു കാലം കൂടി നീ എന്റെ ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാ നീ ശരിക്കും ഒരു സൂപ്പർ കാമുകനാവൂടാ, ഉറപ്പാ. സ്വന്തമായിട്ടൊരു പ്രേമം പോലും സെറ്റപ്പ് ആക്കാൻ പറ്റാത്ത നിങ്ങള് ട്രെയിനിങ് നല്ല കാര്യായി.